കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഇന്നിപ്പോൾ ഗുരുവായൂരപ്പന് ശുദ്ധിയായിരുന്നു. ശുദ്ധിയും 25 കലശവും എല്ലാം കൂടി നല്ല ആ ഒരു സമയമാണ്, ശക്തി കൂടിയ സമയമാണ്. അപ്പോൾ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് നമുക്ക് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കുക. മഞ്ജുള വാരസ്യാരെ ഒന്ന് സ്മരിക്കുക. അതേപോലെ വെങ്കല ഗരുഡ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. പ്രാർത്ഥിച്ച് കാളിയമർദ്ദന രൂപിയും കണ്ട് തൊഴുത് നേരെ നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ നടുക്കുള്ള ലക്ഷ്മി ദേവിയൊക്കെ കണ്ട് തൊഴുത് വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ ആ പീഠവും കിടാവൾക്കും കാണാം. വലതുവശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത് കളഭം കൊണ്ടുള്ള അലങ്കാരം വളരെ മനോഹരമായിട്ടുണ്ട്. ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാനുണ്ട്, കാൽത്തളകൾ കാണാനുണ്ട്. അതേപോലെ മുകളിലേക്ക് നോക്കിയാൽ ഒരു പട്ടുകോണകം ഞെറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ അരയിൽ അരമണി കിങ്ങിണിയൊക്കെ ഉണ്ട്. എന്താ പറയുക, നല്ല തുടുത്തൊരു ഉണ്ണിയാണ്. നല്ല രസമായിട്ടുള്ള ഒരു ഉണ്ണിയാണ്. എന്താ പറയുക, അടിയും തൊടിയൊട്ട ഒത്താന്ന് പറയില്ലേ, അതേപോലത്തെ ഉണ്ണിയാണ്. പിന്നെ മുകളിലേക്ക് നോക്കിയാൽ മാറത്ത് ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു മാങ്ങാ മാല കാണാനുണ്ട്. അതേപോലെ കൈവളകൾ കാണാനുണ്ട്, തോൾവളകൾ കാണാനുണ്ട്. വലത്തെ കയ്യിൽ വെണ്ണൂറിലുണ്ട്, ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലും പിടിച്ചിട്ടുണ്ട്. നല്ല സുന്ദരമായ മുഖത്ത് നല്ല പുഞ്ചിരി. അതാണ് ഇന്ന് വെണ്ണ ഒക്കെ കിട്ടിയതല്ല. ഇന്നലെ ഇപ്പോൾ ഗുരുവായൂരപ്പനായിരുന്നു, ഇന്നിപ്പോൾ ഉണ്ണിക്കണ്ണനായിട്ട് വെണ്ണക്കണ്ണനായിട്ടാണ് ആ കാഴ്ച. അങ്ങനെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പീലി തിരുമുടി കെട്ടി പൊന്നിൻ കിരീടം ചാർത്തിയിട്ടുണ്ട്. തിരുമുടിമാല 2 എണ്ണം ഉണ്ട്. 2 തിരുമുടിമാല എന്ന് വെച്ചാൽ വെളുത്ത പൂവും തുളസിയും കൂടി ഉള്ളതൊന്നും, തെച്ചിയും തുളസിയും കൂടി ഉള്ളതൊന്നും. അതേപോലെ ഉണ്ടമാലയും 2 എണ്ണമാണ്. അതും എങ്ങനെയാ വെച്ചാൽ മുകളിലൊക്കെ വെളുത്ത പൂവ് ഇങ്ങനെ ധാരാളമായിട്ട്, താഴത്തേക്ക് വരുമ്പോൾ കുറച്ച് തെച്ചി തുളസി. അതേപോലെ തെച്ചി വലിയ തെച്ചി കുറേ കൂടുതൽ, പിന്നെ താഴത്ത് വരുമ്പോൾ കാൽപാദത്തിൻ്റെ അവിടെ എത്തുമ്പോൾ തുളസി. അങ്ങനെ 2ൻ്റെയും മാലയുടെ അറ്റത്ത് തുളസി മാലയിട്ട് നല്ല രസമായിട്ടുള്ള കാഴ്ച. നല്ല ഉണ്ണിക്കണ്ണനുമാണ്. ഒന്നാമതിപ്പോൾ എന്താ വെച്ചാൽ ശുദ്ധിയും ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോഴേ നല്ല തേജസ് വന്നു. ആ തേജസ്സിൻ്റെ ആ ഒരു പ്രൗഢിയും കൂടി കാണാനുണ്ട് ഭഗവാന്റെ ആ മുഖത്ത്. അപ്പോൾ നമ്മളിലേക്ക് എത്തും അത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഗുരുവായൂരപ്പൻ്റെ സോപാനപ്പടിയിൽ നിന്ന് ശ്രീലകത്തേക്ക് നോക്കി തൊഴുന്ന കാഴ്ചയാണ്. നമ്മളവിടെ നിന്ന് തൊഴുകയാണ്. നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അങ്ങനെ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. ലീലക്കണ്ണനെ കണ്ട് തൊഴുത് ഇങ്ങനെ വന്ന് ഗണേശനെ കണ്ട് തൊഴുമ്പോൾ മുഖത്തൊക്കെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്. അതേപോലെ കൊമ്പ് തുമ്പിക്കൈയൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്, കഴുത്തിൽ മാലകൾ ചാർത്തിയിട്ടുണ്ട്, ധാരാളം അർച്ചനപ്പൂക്കളുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക. സരസ്വതി ദേവിനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നീട് അങ്ങനെ വന്ന കോർണറിലെത്തിയാൽ ആ ചെറിയ ഗണേശനെ നിന്ന് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിയുടെ അടുത്തുനിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതിനുശേഷം വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയും കാണാം. പത്മനാഭസ്വാമിയുടെ അവിടെയൊക്കെ ധാരാളം മാലകളുണ്ട് കേട്ടോ. മുകളിൽ നല്ല വിധാനമായിട്ട് ധാരാളം തുളസി മാലകൾ ചാർത്തിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങനെ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അത് കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഭീഷ്മരുടെ ശരശയ്യൊക്കെ കണ്ട് അങ്ങനെ വന്ന് വീണ്ടും നമ്മൾ ഭഗവാന്റെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ
ഭാർഗവരാമനും ശ്രീരാമചന്ദ്രനും അതേപോലെ ബലരാമനും ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക, ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ഒരു വെറ്റിലമാല മാത്രമേ ഉള്ളൂ കേട്ടോ, കുങ്കുമൊന്നുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണന് കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരവും താഴത്തേക്ക് നോക്കിയാൽ മണിക്കിണറൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ആ ഗ്രില്ലിന് അപ്പുറത്തേക്ക് കിടന്ന ആ ഗുരുവായൂരപ്പൻ്റെ നൃത്താറയും അതേപോലെ കെടാവിളക്ക് കണ്ട് തൊഴാം. അതിൻ്റെ അപ്പുറത്തേക്ക് അടുത്ത ഭാഗത്തേക്ക് അങ്ങോട്ട് കിടന്ന അവിടെ നോക്കുമ്പോൾ ആ ഗ്രില്ലിന് അപ്പുറത്ത് കിടന്ന കുറൂരമ്മ, നാരദര്, മേൽപ്പത്തൂര്, വസുദേവരൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തും വാങ്ങാം. അത് കഴിഞ്ഞ് ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ അടുത്ത് എത്തുമ്പോൾ മുഖത്തൊക്കെ നന്നായിട്ട് കളഭം ചാർത്തിയിട്ടുണ്ട്. ധാരാളം വലിയ പൊട്ട് വെച്ചിട്ടുണ്ട്. നല്ല മാലകളുണ്ട്, നെക്ലസ് മാലകളൊക്കെ ചാർത്തിയിട്ട് അതിസുന്ദരിയായിട്ടാണ് അമ്മ കാത്തിരിക്കുന്നത് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുതതിന് ശേഷം അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂർ പോകുന്നതായിട്ട് സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമുക്ക് മമ്മിയൂരപ്പൻ്റെ ദർശനം കൂടിയും കിട്ടും. അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ വെണ്ണ പൊന്നോടക്കുഴലും പിടിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിൽ വന്ന അവിടെ ആ കെടാവിളക്ക് കാണാം, അത് കണ്ട് തൊഴാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയെ കാണാൻ നല്ല ചന്തം തന്നെ കേട്ടോ, ഒന്നും നല്ല ചന്തത്തിൽ തന്നെ. അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അതിനുശേഷം പ്രദക്ഷിണം ചെയ്ത് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്ത് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കിലേക്ക് നോക്കിയാൽ കാളിയമർദ്ദന രൂപിയെ കാണാം. അങ്ങനെ കണ്ട് തൊഴുത് വീണ്ടും നമ്മൾ നാരായണാലയത്തിൽ വന്ന് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് പിന്നീട് ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നീട് തെക്കേ നടയിലേക്ക് എത്തിയിട്ട് കൂവളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.